എക്സാം എന്ന് പറയുമ്പോഴേ പൊതുവെ എല്ലാവർക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നും. പക്ഷെ ചില ആളുകൾക്ക് ഈ ചെറിയ പേടിയിൽ ഇത് ഒതുങ്ങിയില്ല. പകരം പല രീതിയിൽ അവരെ ഇത് ഇമ്പാക്റ്റ് ചെയ്യാൻ വഴിയുണ്ട്. ഇപ്പോൾ എക്സാം എന്ന് ആലോചിക്കുമ്പോഴേ ഞാനിതിൽ തോറ്റുപോകും, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അത്തരം തോട്ട്സ് വരാം. അതല്ലെങ്കിൽ ആൻസൈറ്റി അനുഭവിക്കാം എന്ന് പറയുമ്പം ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, സ്വെറ്റിങ്, ഷിവറിങ്, ഇതുപോലെ പല രീതിയിലുള്ള ഫിസിയോളജിക്കൽ റിയാക്ഷൻസ് എക്സാം ഹാളിൽ വെച്ചും പഠിക്കുമ്പോഴും ഒക്കെ അനുഭവിക്കുന്നവരുണ്ടാവാം. പിന്നെ കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടി, പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അവരെ കൂടുതലായിട്ട് പ്രഷറൈസ് ചെയ്യാതെ അവരുടെ കൺസേൺസ് എല്ലാം വാലിഡേറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു സപ്പോർട്ടീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ നോക്കുക. ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതോടൊപ്പം നമുക്ക് കുറച്ച് ആങ്സൈറ്റി മാനേജ്മെൻറ്റ് ടെക്നിക്സും കൂടി അറിഞ്ഞിരുന്നാൽ അത് ഗുണം ചെയ്യും.